പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനൊരുങ്ങി തലസ്ഥാനം. തിരുവനന്തപുരം കാട്ടാക്കടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്ക് തുടരുകയാണ്. കാട്ടാക്കട ചൂട്ടുപലക ജംഗ്ഷനിൽ നിന്നും ശാലിനിയുടെ റിപ്പോർട്ടിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനന്തപുരിയിലേക്കുള്ള വരവിനായി കാത്തിരിക്കുകയാണ് തലസ്ഥാന നഗരം. തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അല്പസമയത്തിനകം തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ അനന്തപത്മനാഭന്റെ മണ്ണിൽ എത്താൻ പോകുന്നത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള സുരക്ഷാ വലയത്തിൽ തന്നെയാണ് പ്രചാരണത്തിനായുള്ള പ്രധാനമന്ത്രിയുടെ വരവിനായി തലസ്ഥാന നഗരം കാത്തിരിക്കുന്നത്. നൂറുകണക്കിന് പോലീസിനെയാണ് ഈ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ, ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് തലസ്ഥാന നഗരം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇത് രണ്ടാം തവണയാണ് തീയതിയും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ കഴിഞ്ഞതിനു ശേഷം പ്രധാനമന്ത്രി എത്തുന്നത്. ആ ആവേശം അല്ലെങ്കിൽ NDA ക്യാമ്പുകൾക്കുള്ളൊരു ആവേശം അത് അത്രയധികം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം അത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രധാനമന്ത്രിയെ കാണാനും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാനും ഒക്കെയായി തലസ്ഥാന നഗരത്തിലേക്ക് കാട്ടാക്കടയുടെ മണ്ണിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ നിമിഷങ്ങളിലും ഒക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന പ്രവർത്തകർ, NDAയുടെ സാധാരണക്കാരായ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രചാരണത്തിന്റെ ഭാഗമായി ഈ ഒരു വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ സുരക്ഷാ പരിശോധനകളും ഒക്കെ കഴിഞ്ഞ് ഓരോ പ്രവർത്തകരെയും അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1:30 കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന്റെ വിമാനം, വ്യോമസേന വിമാനം തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിൽ എത്താൻ പോകുന്നത്. അതിനുശേഷം ലോർഡ്സ് അക്കാദമി, സ്പോർട്സ് അക്കാദമി സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനം എത്താൻ പോകുക. അതിനുശേഷം അവിടെ നിന്നും ആയിരിക്കും റോഡ് മാർഗം, നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ റോഡിലൂടെയാണ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നു പോകാൻ പോകുന്നത്. അദ്ദേഹത്തിനെ സ്വീകരിക്കാനുള്ള വാഹനം ഒക്കെ തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പല മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, പ്രധാനമന്ത്രി കാണാനുള്ള വരവാണ് ആദ്യമായിട്ടാണോ? ഇങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? ആദ്യമായിട്ടല്ല, മുമ്പ് വന്നിട്ടുണ്ട്. വളരെ ഉന്മേഷപൂർണമായിട്ട് പൊതുസമൂഹം ഈ കാര്യത്തെ കാണുകയാണ്. നാട്ടിലെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വളരെയധികം രാഷ്ട്രത്തിൻ്റെ സേവകനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുസമൂഹത്തിലെ നാനാവിധത്തിലുള്ള ജനങ്ങളും ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ആദ്യമായിട്ടല്ല, നേരത്തെയും തിരുവനന്തപുരത്ത് പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. കാട്ടാക്കടയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഗ്രാമപ്രദേശത്ത് ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രി എത്തുന്നു. അത് വലിയ സന്തോഷത്തോടെയാണ്. ഞങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ അമ്മമാരൊക്കെ രാവിലെ തന്നെ വളരെ, ഞങ്ങളിപ്പോൾ വരുമ്പോഴത്തേക്ക് 11:30 പരിപാടി എന്ന് പറഞ്ഞെങ്കിലും 9 മണിക്ക് തന്നെ അമ്മമാരെല്ലാം ഇവിടെ ഗ്രൗണ്ടിൽ നിറഞ്ഞിട്ടുണ്ട്. വളരെ ആവേശത്തോടെയാണ് ഞങ്ങൾ കുട്ടികളുൾപ്പെടെ എല്ലാവരും എത്തിയിട്ടുള്ളത്. ആദ്യമായിട്ടാണോ പ്രധാനമന്ത്രി കാണുന്നത്? അല്ല, നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കാണാൻ വന്നതിൽ സന്തോഷമുണ്ടോ? എങ്ങനെയാ മോദി കാണുമ്പോ എന്താണ് ആഗ്രഹം? ആദ്യമായിട്ടാണോ കാണുന്നത്? ഫോട്ടോ എടുക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടോ? എന്തായാലും ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് പ്രവർത്തകരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ചേട്ടാ, ആദ്യമായിട്ടാണോ പ്രധാനമന്ത്രി കാണാൻ വരുന്നത്? എങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെയുണ്ട്? കേരളത്തിലേക്ക് അടിക്കടി വളരെ മെച്ചമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഇത്തവണ നമ്മളൊരു വിരിയിക്കും. ആദ്യമായിട്ടാണോ വരുന്നത്? പ്രധാനമന്ത്രി കാണാനുള്ള ആവശ്യമുണ്ടോ? മോനൊക്കെയുണ്ട്. അമ്മ ആദ്യമായിട്ടാണോ പ്രധാനമന്ത്രി കാണാൻ വരുന്നത്? അതെ. എങ്ങനെയുണ്ട് ഇത്തവണ താമര വിരിയോ? വിരിയുമെന്ന് പ്രതീക്ഷയുണ്ട്. എങ്ങനെയാ, എവിടുന്ന ചേച്ചി വരുന്നത്? നമ്മളോട് ചെമ്പൂരാണ്. താമര വിരിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിരിയണം പ്രതീക്ഷ വിരിയണം എന്നാണ്. ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ, ക്ഷേമ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്ന ഒരു പ്രധാനമന്ത്രി. എത്രത്തോളം ആവശ്യമുണ്ടെങ്കിൽ കാണാൻ ഞങ്ങൾ പറയണത് പാവപ്പെട്ടവർക്ക് കുറെ വീടുകൾ കൊടുക്കാനുണ്ട്, റേഷൻ അരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒരുപാട് 2000 രൂപ വർഷം തോറും 6000 രൂപ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പാവപ്പെട്ടവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഞങ്ങൾ പ്രധാനമന്ത്രി തന്നെ വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആദ്യമായിട്ടാണ്. എവിടുന്നാ വരുന്നത്? ചെമ്പൂര്. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് കാണാൻ. ഇവരൊക്കെ ആദ്യമായിട്ട് പ്രധാനമന്ത്രി കാണാൻ എത്തുന്ന ഒരു ആവേശം, സന്തോഷം ഒക്കെ ഉണ്ട്. ചേട്ടാ, അല്ല നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാൻ വന്നത്. കാട്ടാക്കടയുടെ മണ്ണിലേക്ക് ആദ്യമായിട്ടൊരു പ്രധാനമന്ത്രി വരുന്നത് എങ്ങനെ തോന്നുന്നു? ഞങ്ങൾക്ക് വളരെ സന്തോഷം. ആദ്യമായിട്ട് കാണിക്കുന്നു. അതെ. സന്തോഷത്തിലാണോ? ഇവരൊക്കെ പ്രധാനമന്ത്രി കാണാൻ വിവിധ മേഖലകളിൽ നിന്ന്, നിയോജക മണ്ഡലങ്ങളുടെ ഭാഗത്തു നിന്നും ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി കാണാനൊക്കെ ഇവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, എത്രത്തോളം ആവേശമുണ്ട്? ഭയങ്കര ആവേശമാണ് പ്രധാനമന്ത്രിയെ കാണാനും. നമുക്കിവിടെ താമര വിരിയിപ്പിക്കണം, അതിനുള്ളതിന് വേണ്ടി
നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു പ്രധാനമന്ത്രിയുടെ വരവിനെ? ഒപ്പം തിരുവനന്തപുരം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഈ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. ഇത്രയും വലിയൊരു വമ്പിച്ച വരവേൽപ്പ്, ഇത്രയും അന്തരീക്ഷം മോശമായിട്ട് പോലും ഇത്രയും ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ട് ഈ സമയത്തും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മോദിജിയുടെ വിജയം തന്നെയാണ്. മുരളീധരൻ ചേട്ടൻ ഇവിടെ ജയിക്കുക തന്നെ ചെയ്യും. അത് 100% ഉറപ്പാണ്. കേന്ദ്രമന്ത്രിയെ വേണം തീർച്ചയായിട്ടും. എങ്കിലല്ലേ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ. ഇത്രയും നാൾ ഇരുന്നിട്ട് ആർക്കും ഒരു വികസനം കൊണ്ടുവരാൻ സാധിച്ചില്ലോ. കേന്ദ്രമന്ത്രി വരട്ടെ, മന്ത്രി വരുന്ന സമയത്തെ വികസനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ. ആവേശമുണ്ട് ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങൾ. നമ്മൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പങ്കെടുത്തതിനെക്കാട്ടി ഒരു 5 ഇരട്ടി ആൾക്കാർ അധികം ഇവിടെ ഉണ്ട്. അതിലും അത് ഈ സമയം വരെയാണ്, അതിന് ഇനി മുകളിലോട്ട് വരും. അപ്പോൾ കാര്യം മോദിജി ഭരണത്തിൽ ഏറിയപ്പോൾ 15-ൽ പറഞ്ഞ നമ്മുടെ സബ്സിഡി ഉപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ സബ്സിഡി ഉപേക്ഷിക്കണമെങ്കിൽ 5 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്ന് കൊടുത്തിട്ടുള്ളത് 12.5 കോടി കുടുംബങ്ങൾക്കാണ്. അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വാഗ്ദാനങ്ങൾ എത്രയാണോ വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ്. അപ്പോൾ അതിനോടുള്ള നന്ദി സൂചനയാണ് നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലെത്തും. തൊട്ടു പിന്നാലെ അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരം കാട്ടാക്കടയിലുള്ള ലോഡ് സ്പോർട്സ് അക്കാദമിയിലേക്ക് എത്തും. അവിടെ നിന്നും എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡിലൂടെയാണ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നു പോകുക. ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡുകൾക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ നിന്ന് അദ്ദേഹത്തെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനും കൈവീശാനും ഒക്കെയായി പ്രവർത്തകരുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള സർപ്രൈസുകൾ പ്രധാനമന്ത്രിയുടെ കൈകളിൽ നിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ ഇവിടെയുള്ള ഓരോ സാധാരണക്കാരും ഉറ്റുനോക്കുക. നമ്മൾ കണ്ടതാണ് കൊച്ചിയിലൊക്കെ അദ്ദേഹം വാഹനത്തിൽ നിന്നും ഇറങ്ങി സാധാരണക്കാരെ അഭിസംബോധന ചെയ്യുന്നു, അവരെ കൈവീശി കാണിക്കുന്നു. അത്തരത്തിലുള്ള കാഴ്ചകൾ കാട്ടാക്കടയിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ പ്രധാന സേവകന്റെ വരവിനായി അനന്തപുരി പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു.